ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഉളുപ്പുണി എന്ന സ്ഥലത്തേക്കാണ്. അത് വാഗമണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഗമണ്ണിൽ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്നും ഉളുപ്പുണിക്ക് പോകണം. ജീപ്പ് സഫാരിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ നമ്മൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. വാഗമണ്ണിൽ നിന്ന് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ കോട്ടമല വ്യൂ പോയിൻ്റ്. വാഗമണിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഉളുപ്പുണിക്ക്. ഉളുപ്പുണിയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ കഴിയുന്നതെല്ലാം ആസ്വദിച്ച് തന്നെ പോകണം. കഴിയുന്നതും കയറാൻ പറ്റുന്നതെല്ലാം കയറി പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് തന്നെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നേരിട്ട് കാണുന്ന ആ ഭംഗി നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാൻ കഴിയില്ല. നമുക്കെന്തായാലും നേരിട്ട് വന്ന് നിങ്ങൾ കണ്ട് അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കണം. കോട്ടമല വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഉളുപ്പുണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടരുന്നു. അപ്പം അതിനിടയിൽ നമുക്ക് വേറൊരു വ്യൂ പോയിൻ്റ് കൂടി കാണാൻ കിട്ടും. നമുക്ക് ഇവിടെയൊക്കെ പോകുന്നതിനൊരു പാസ് എടുക്കേണ്ടതുണ്ട്. ജീപ്പ് സഫാരിക്ക് ഏകദേശം നമ്മൾ പാസ് എടുക്കുന്നത് 150 രൂപയാണെന്ന് തോന്നുന്നു. അവിടെ പാസ് അകത്തേക്ക് പോകുന്നതിന് 150 രൂപയാണ് ജീപ്പ് സഫാരിയുടെ പാസ്. അപ്പം പോകുന്ന വഴിയിൽ നമുക്ക് മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇടുക്കി ഡാമിൻ്റെ ജലാശയം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് കൂടി നമ്മൾ എത്തിയിട്ടുണ്ട്. മിക്കവരും ഈ ഉളുപ്പുണിയിലെ ഈ വ്യൂ പോയിൻ്റ് ഒന്നും ടച്ച് ചെയ്യാറില്ല. ഡയറക്റ്റ് ഉളുപ്പുണിക്ക് പോകുന്നതാണ് പതിവ്. നമ്മൾ പ്രത്യേകം ഡ്രൈവറോട് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ഡാമിൻ്റെ ജലാശയം നമുക്ക് ഇടുക്കിയുടെ ഉയർന്ന മിക്ക പ്രദേശങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഉളുപ്പുണിയുടെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായ ഒരു ഓഫ് റോഡ് യാത്ര തന്നെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പം നമ്മൾ കണ്ടത് ഇറ്റലിയിൽ നിന്നുള്ള കുറച്ച് ടൂറിസ്റ്റുകളെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉളുപ്പുണിയിൽ എത്തിയിരിക്കുകയാണ്. ഉളുപ്പുണിയിൽ വണ്ടി നമ്മുടെ സൈഡാക്കിയിട്ട് അവിടെ നിന്നൊരു 100 മീറ്റർ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് അവിടെ ഒരു ടണലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ഉണക്കല്ലാത്തത് കൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. കഴിവതും നമ്മൾ പരിചയമില്ലാത്ത വെള്ളച്ചാട്ടങ്ങളിൽ പെട്ടെന്ന് ചെന്ന് ഇറങ്ങാതിരിക്കുക. ആളുകൾ ഇറങ്ങാത്ത വെള്ളച്ചാട്ടമാണ്. താഴെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ആരും തന്നെ ഇല്ല. അവിടെ നല്ല രീതിയിൽ വഴുക്കലുള്ള സ്ഥലമാണ്. വാഗമണ്ണിൽ മൊത്തം 2 ടണലുകളാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒന്ന് ഉളുപ്പുണിയും മറ്റൊന്ന് കോലാഹലമേട്ടിലെ അറപ്പുകാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ടണലിന് ഏകദേശം 2 കിലോമീറ്ററോളം നീളമുണ്ട്. ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്.
ഈ ടണലിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നാൽ അവിടെ ഒരു ഏർമാടം കാണാൻ സാധിക്കും. അവിടെ കയറി നമുക്ക് ചുറ്റുമുള്ള വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഉളുപ്പണിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ വെള്ളാരംകുന്ന് എന്ന ഒരു കുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു പക്ക ഓഫ് റോഡ് യാത്രയാണ് അങ്ങോട്ടുള്ളത്. അങ്ങോട്ടുള്ള വഴിയിൽ വളരെ പൊക്കത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായ ഒരു ഓഫ് റോഡ് യാത്ര തന്നെയായിരുന്നു അത്. ആ യാത്ര എനിക്ക് തോന്നുന്നു മറ്റ് യാത്രികരൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അങ്ങോട്ടേക്ക് പൊതുവെ ആൾക്കാരൊന്നും വരാറില്ല എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വെള്ളാരം കുന്ന് കാണാൻ വേണ്ടി വന്നിരിക്കണം. അത് ഇല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. വെള്ളാരം കല്ലുകളാൽ നിറഞ്ഞ ഈ വെള്ളാരം കുന്ന് വളരെ മനോഹരമാണ്. ഇവിടെ മറ്റ് യാത്രക്കാരെയൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇങ്ങോട്ടുള്ള യാത്ര വളരെ ദുർഘടമായതിനാലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാത്തതിനാലോ ആയിരിക്കാം ഇവിടെ ആൾക്കാർ വരാത്തതെന്ന് തോന്നുന്നു. ഇവിടെ വളരെ മനോഹരമാണ്. ഇവിടെ വന്നാൽ അത് മനസ്സിലാകും. അങ്ങനെ ഞങ്ങൾ വെള്ളാരംകുന്നിൻ്റെ മനോഹാരിത ആസ്വദിച്ച ശേഷം വാഗമണിലേക്ക് തിരിച്ചു. അങ്ങനെ അവിടെ നിന്ന് വാഗമണിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ കൈതപ്പതാൽ എന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടി സന്ദർശിച്ചു. അവിടെയും നല്ല മനോഹരമായ ഒരു പ്ലേസാണ്. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.